ഹലോ, ഇന്നിതാ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഈ ചൂട് സമയത്തും അതുപോലെ ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ ഒരുപോലെ മാറ്റാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. കുറച്ച് പാലും ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കടക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു സോസ് പാനിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റി മിൽക്ക് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് തന്നെ പാൽപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. ഫ്ലെയിം ഓൺ ആക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതാ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യരുത്. ഇനി ഇതൊരു 5 മിനിറ്റ് കൂടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പാൽ ഒന്നുകൂടെ ഒന്ന് കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. ഇനി ഇത് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് ചൂടാറിയിട്ട് വേണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു സോസ് പാനിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒരു 1/4 കപ്പ് ചവ്വരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ ടൈപ്പ് ചവ്വരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതാ ചവ്വരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് അതിലെ പശയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ നമ്മൾ തണുക്കാനായിട്ട് വെച്ചത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തായിട്ട് ചേർക്കുന്നത് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച സാഗോ റൈസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്തിന് ഞാൻ കുറച്ച് കസ്കസ് കൂടെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൂടെ ചേർക്കുകയാണ്. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇത് ആദ്യം കുറച്ച് ചോപ്പ് ചെയ്ത ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ചോപ്പ് ചെയ്ത പിസ്താഷ്യോ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ ആപ്പിളാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കുറച്ച് മാംഗോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നേന്ത്രപ്പഴമാണ്, അതുകൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ കുറച്ച് അനാർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് കൂടെ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതൊക്കെ ചേർക്കാം. ചേർക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത മധുരമുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അത് ചേർക്കുന്നതാവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ വീണ്ടും ഒന്ന് നന്നായിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ സെർവ് ചെയ്താൽ മതി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടും. നമുക്കിത് തണുപ്പോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ചൂട് സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്